മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മോടൊപ്പം പ്രശസ്തരായ 2 കലാകാരന്മാരാണ്. ശ്രീ രാജേന്ദ്രൻ, ചലച്ചിത്ര നടനും നാടക നടനും രാഷ്ട്രീയ പ്രവർത്തകനും എന്നൊക്കെ പറയാവുന്ന വളരെ പ്രശസ്തനായ ശ്രീ രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യ നാടക നടിയും ചലച്ചിത്ര നടിയും വളരെ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന നാടകാചാര്യൻ ഒ മാധവൻ സാറിൻ്റെ മകളുമായ സന്ധ്യയുമൊത്തുള്ള ഒരു അഭിമുഖമാണ്. ഇന്ന് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അല്ലേ? അതെ. ഇങ്ങനെയുണ്ട് ഇപ്പോൾ നാടക ലോകം. ഇപ്പോൾ നാടകം ഇപ്പം നല്ല ഒരു ഉണർവിൻ്റെ ഇതിലാണ്. നല്ല നല്ല നാടകങ്ങൾ മുമ്പിലത്തേക്കാളും നല്ല സാമ്പത്തിക മെച്ചത്തോടുകൂടി നടത്താൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇന്ന് നിങ്ങളാണ് എൻ്റെ അതിഥി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അതിശയിച്ചു പോയെന്തറിയും, ഞാൻ കാണുന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഒരു ഗൗരവക്കാരനാണ്. സ്റ്റുഡിയോയിലൊക്കെ ഞാൻ കാണുമ്പോഴേ ചിരിക്കില്ല. അപ്പം ഞാൻ വിചാരിക്കും, ചിരിക്കാൻ അറിഞ്ഞൂടെ ഈ മനുഷ്യന്? കോമഡി റോളുകളാണ്. പക്ഷെ അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് എന്തിനായിരുന്നു ഇത്ര ഗൗരവം കാണിച്ച് നടന്നിരുന്നത് എന്ന്. ഇന്നാണ് ഞാൻ ശരിക്കും ചിരിക്കുന്ന കാണുന്ന കേട്ടോ. ചിരിച്ചാ നല്ല സുന്ദരനാണ്, പക്ഷെ എന്തുകൊണ്ട് ചിരിക്കുന്നില്ല? എന്തുകൊണ്ടാണോ ചിരിച്ചാൽ ആണിന്റെ വില പോകുന്ന ഒരു അതുകൊണ്ടല്ല. ഐ ഹാവ് ഗോട്ട് സം ഫ്രണ്ട്സ്. അതിപ്പോ ഞാൻ ഒരു പിന്തിരിപ്പൻ എന്ന് എന്നെ പറയരുത്. കാരണം എനിക്കിപ്പോൾ രാഷ്ട്രീയത്തിലായാലും ഈ സാംസ്കാരിക രംഗത്തായാലും മറ്റ് കാർഷിക രംഗത്തിലായാലും ഇഷ്ടം പോലെ ഇപ്പോൾ ഈ കുറേ നാളുകൾക്കായിട്ട് ഞാൻ പല മേഖലയിൽ ഇപ്പം നാടകത്തിലായാലും കണ്ടമാന സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരിൽ നിന്നെല്ലാം ഞാൻ വളരെയധികം ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കും ആളുകൾ. ഇപ്പം എൻ്റെ നാട്ടിലുള്ള കുറേ വിരലിലെണ്ണാവുന്ന എൻ്റെ വളരെ മുമ്പ്, അത് സ്കൂൾ കാലഘട്ടത്തൊട്ടേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് എൻ്റെ ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ. 2 മാസം മുമ്പ് സിലോണിലേക്ക് ഞങ്ങൾ ഒരു യാത്ര പോയി. സന്ധ്യയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സിലോണിലെ ഈ പ്രഭാകരൻ അവിടെ ഇതായ സ്ഥലങ്ങളും അങ്ങനെ വളരെ സെൻസിറ്റീവായ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്തു. ഏകദേശം 10-16 ദിവസത്തോളം. എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ വീണ്ടും ഒരു 25-30 വർഷം പിന്നോക്ക് ശരിക്ക് പോയി എല്ലാ കാര്യങ്ങളിലും. മീൻസ് ആ തമാശ പറയുന്ന കാര്യങ്ങൾ. ഞാൻ സന്ധ്യയെ മറന്നു, എൻ്റെ മകനെ മറന്നു, എൻ്റെ ഇവിടെ നാടിനെ മറന്നു. അതുകൊണ്ട് ചേട്ടൻ ഹാപ്പി എന്നെ മറന്നത് അല്ല, അങ്ങനെയല്ല പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെ ഒരു ഡിറ്റാച്ച്മെന്റ് നമുക്ക് വരും ചില കാര്യങ്ങളിൽ. ചേട്ടൻ ഈ പ്രോഗ്രാമിന്റെ പേര് മനസ്സിലൊരു മഴവില്ലെന്നല്ലേ? അപ്പൊ ചേട്ടൻ പറയാം, മഴവില്ല, നിന്നെ പറ്റി ഓർക്കുമ്പോ എന്റെ മനസ്സിൽ കാർമേഘം ഉരുണ്ടു. അപ്പൊ ഞാൻ എന്നിട്ട് ആലോചിച്ചു, ഈ ചിരിക്കാത്തൊരു മനുഷ്യൻ എങ്ങനെ പ്രണയിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനോട് എങ്ങനെ ഒരു സ്ത്രീക്ക് പ്രണയം തോന്നി എന്ന് എനിക്ക് ഒരു അത് കാരണം ഇതിപ്പോ പരിപൂർണമായി ഒരു പ്രണയം എന്ന് പറയാം. എങ്കിൽ തന്നെ സന്ധ്യ പിടിച്ചോളൂ. പറഞ്ഞിരുന്നത് കത്തയച്ചിട്ടില്ലേ? കത്തുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ കത്തയക്കുന്നത് നമ്മൾ വെറുതെ പെണ്ണുങ്ങൾക്കൊക്കെ കത്തയക്കും. വളരെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര മടിയാണ്. കത്തയക്കുക, ഒരുപാട് സംസാരിക്കുക, ഇതൊക്കെ പുള്ളിയുടെ ജീവിതത്തിൽ വളരെ കുറവാണ്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നപ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ 1 വർഷം ഞങ്ങൾ തമ്മിൽ അത്ര. ഞാൻ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ എങ്ങനെ പരിചയപ്പെടുന്നത്? ഞാൻ ഡിഗ്രിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്ന് ചേർന്നല്ലോ. അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന ഒരു മാഷ് ചേട്ടൻ്റെ കൂടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചതാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. പിന്നെ വിന്ധ്യൻ ചേട്ടൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളാണ്. വിന്ധ്യൻ വീണ്ടും നാടകം പഠിക്കാൻ ഞങ്ങളോട് വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ വിന്ധ്യനെയും കാണാം. അങ്ങനെ ചേട്ടൻ വന്ന് ജസ്റ്റ് കണ്ടു. അപ്പോൾ ചേട്ടൻ അറിയാം ഞാൻ അവിടെ പഠിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ ചേട്ടൻ അറിയായിരുന്നു. അപ്പോൾ വിന്ധ്യൻ ഇങ്ങനെ പരിചയപ്പെടുത്തി, ഇത് രാജ്യത്ത്. അപ്പോൾ ചേട്ടൻ ഗ്രീഷ്മം എന്ന് പറഞ്ഞ ഫിലിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നായകനായിട്ടൊക്കെ അഭിനയിച്ച ഗ്ലാമറിൽ പ്രൊഡ്യൂസർ. ചേട്ടൻ പഠിച്ചു വന്ന ഉടനെ 22ാമത്തെ വയസ്സിൽ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തത് സിനിമ. അതിൽ നായകനായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലാമറൊക്കെ ആൾക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും സിനിമയിലെ നായകനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് അപ്പം വിന്ധ്യ പറഞ്ഞു, ഇതറിയില്ലേ സന്ധ്യ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങനെ കാണിച്ചു. അപ്പം
ഞാൻ ചോദിച്ചത് എന്താ ഈ മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെ അവജ്ഞയോടുകൂടി, പക്ഷെ ഇന്ന് വരെ ഈ നിമിഷം വരെ ചേട്ടൻ എന്താ അങ്ങനെ കാണിച്ചത്? അങ്ങനെ കാണിച്ചേ ഇപ്പോഴെങ്കിലും പറയാം. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. പിന്നെ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു അഹങ്കാരി എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു അഹങ്കാരി, അയാളെന്തോ സിനിമ നടനായതുകൊണ്ടാണ് നമ്മളെ പരിചയപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ കാണിച്ചത് വൃത്തികെട്ടവരെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിനകത്ത് അതൊരു ഇൻസൾട്ടായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഒരു കത്ത് വരുമായിരുന്നു, നിങ്ങളെപ്പോലെ ഒരാൾ പഠിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്, ഇപ്പം ഞങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തില്ല. വളരെ ഔദ്യോഗികമായ ഒരു കത്ത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കും, നിങ്ങളെ പറ്റി കൂടുതൽ ഞങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ NB നിട്ടിട്ട് നിങ്ങൾ കാണാൻ സുന്ദരിയാണ്. അപ്പൊ ആബ്സെന്റ് മൈൻഡഡ് ഒന്നും അല്ല കേട്ടോ, നമുക്ക് തോന്നുകയാണ് എല്ലാം. ഞാൻ ആ കത്ത് അങ്ങനെ വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇയാൾ ഈ കാണിച്ചതിന് ഇതിന് മറുപടി അർഹിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ പ്രായത്തിൽ ആ ഒരു കത്ത് നമുക്കൊരു കോംപ്ലിമെന്റ് ആണ്, നമ്മളൊരു സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് ഒരു വരിയെ ഉള്ളെങ്കിലും ആ കത്ത് ഞാൻ മടക്കി സൂക്ഷിച്ചു വെച്ചു. ഞാൻ അതിന് മറുപടി അയച്ചേ ഇല്ല. 3 വർഷം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഇദ്ദേഹം എന്നെ ശല്യം ചെയ്തു. ഞങ്ങൾ കണ്ടിട്ടുമില്ല, അദ്ദേഹം അവിടെ വന്നിട്ടുമില്ല, ഞാൻ അന്വേഷിച്ചിട്ടുമില്ല, ഇദ്ദേഹം അന്വേഷിച്ചിട്ടില്ല. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ കല്യാണാലോചനകളൊക്കെ. അപ്പോൾ എനിക്ക് റഷ്യയിൽ പോയിട്ട് നാടകം കൂടുതൽ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 5 വർഷമാണ് കോഴ്സ്. അപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുള്ള ടൈമാണ്, കല്യാണപ്രായമായി. അപ്പം അച്ഛൻ പറഞ്ഞു കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് ചെയ്തു, ഇപ്പോൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രപ്പോസൽ ചെയ്താണ്ട് വന്ന് അങ്ങോട്ട് കുറച്ചൊരു ഫിലിമിലുള്ള ക്യാമറാമാനാണ്, പേരൊന്നും ഞാൻ പറയില്ല. അപ്പോൾ അതായത് തന്നെ വീട്ടിലെല്ലാം ഓക്കെ. അപ്പോൾ മുകേഷ് ചേട്ടന് ഭയങ്കര സന്തോഷം. അപ്പോൾ പുള്ളി ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ കയറാനായിട്ടൊക്കെ നിൽക്കുന്നില്ല. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഹാപ്പി, സിനിമയിലെ ക്യാമറാമാനാണ് അളിയെന്നൊക്കെ പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ പഴയ ഇതിങ്ങനെ എടുത്തപ്പോൾ ഈ കത്തിനെ കാണുകയാണ്. അപ്പോൾ ഞാൻ ഈ കത്തിന് ഞാൻ മറുപടി അയച്ചില്ലല്ലോ, 3 വർഷങ്ങൾക്ക് ശേഷം. 3 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഈ കത്തിന് ഞാൻ മറുപടി അയച്ചു. പഠിത്തമൊക്കെ കഴിഞ്ഞു, പക്ഷേ നിങ്ങൾ വിചാരിച്ച കണക്ക് അങ്ങനെ ഞാൻ ഫിലിമിലോട്ടോ നാടകത്തിലോട്ടോ ഒന്നും എൻട്രി ചെയ്യുന്നില്ല. വിവാഹ ആലോചനയാണ് വീട്ടിൽ. അപ്പോൾ വിവാഹ ജീവിതത്തിലാണ് പോകുന്നത്. അപ്പം എൻ്റെ എല്ലാ കലാപ്രവർത്തനങ്ങളും ചിലപ്പോൾ നിന്നുപോയി. കത്തെഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോൺ കോൾ വരിക, ഞാൻ രാജേന്ദ്രനാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച KP രാജേന്ദ്രനാണ്. അപ്പോൾ അത് നമ്മൾ ഭയങ്കര ഫാമിലി ഫ്രണ്ട്സും ആക്കി. അപ്പം ഞാൻ പറഞ്ഞു കൊല്ലത്ത് വന്നിട്ട് എന്താ വീട്ടിൽ വരാത്തപ്പോൾ ചേട്ടന് ഷോക്കായി, ഇത്ര പെട്ടെന്ന് വീട്ടിലോട്ട് വിളിച്ചല്ലോ എന്നുള്ള. അപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ രാജേന്ദ്രനാ. ഞാൻ പറഞ്ഞു അയ്യോ എന്നാ വീട്ടിൽ വരണ്ട. അങ്ങനെ സംസാരിച്ച് പുള്ളി പോയി. പിന്നെ പുള്ളി അതിന് മറുപടി വെച്ചു. പോയി കണ്ടോ? ഇല്ല കണ്ടൊന്നുമില്ല. പുള്ളി ഇപ്പം ഓൺ ദ വേ ട്രിവാൻഡ്രത്തോട്ട് പോവാണ്. അപ്പോൾ സംസാരിച്ച് കത്ത് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പം മറുപടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കത്തുകൾ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞു അമ്മ ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഒരു വർഷം കൂടെ ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും എനിക്ക് അവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 1 വർഷം കൂടെ ഒരു ഈ സമയത്ത് നാടകം അഭിനയിക്കുന്നുണ്ട്? ഇല്ല നാടകമൊന്നുമില്ല. അപ്പോൾ വീണ്ടും അവിടെ പോയി. അപ്പോഴും ഞങ്ങൾ ശരിക്കും വീണ്ടും ഞാൻ തൃശ്ശൂർ എത്തിയപ്പോൾ വീണ്ടും ഞങ്ങൾ എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോഴെങ്കിലും കത്തുകൾ, ചേട്ടൻ്റെ കത്തുകൾ വരും. ചെറിയ കത്തുകളാണ് വരുന്നത്. അപ്പം നല്ല എനിക്കും തോന്നി കുറച്ചും കൂടെ നമ്മൾ കെയർ ആയിട്ട് ഒക്കെ നോക്കുന്ന ഒരാളാണെന്നുള്ളത്. ഒരു മെച്യൂരിറ്റി ഉണ്ട്. നമ്മുടെ പ്രായം അങ്ങനെ ഒരു ഓടിച്ചാടി നടക്കാൻ പുള്ളിക്ക് നല്ല പക്വതയുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറയും നിങ്ങൾ എന്നെ കാണാൻ വന്നാലും ഇദ്ദേഹം ഒന്നും സംസാരിക്കില്ല, ഇദ്ദേഹം ആ സൈഡിൽ ഇരിക്കും, ഞാൻ ഈ സൈഡിൽ. അപ്പോൾ കൂട്ടുകാരികൾ പറയും നിങ്ങൾ പ്രേമം എന്ന് പറയുന്നത് നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലല്ലോ, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇങ്ങനെ ഇരിക്കും, അദ്ദേഹം കാറി കയറി പോയി, ഞാൻ തിരിച്ച് കോളേജിലോട്ട് കയറും. അപ്പോൾ ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞു വളരെ കുറച്ച് സംസാരിക്കാറുള്ളൂ, പക്ഷേ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അദ്ദേഹം വളരെ ലവിങ് ആണെന്ന് എനിക്ക് അദ്ദേഹം തന്നെ തോന്നി. എനിക്ക് പറ്റിയ ഒരാളാണെന്നുള്ള അത് ഇപ്പോഴായാലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വഴക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്ത് പോവും. അതിങ്ങനെ ക്ഷമിച്ചും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനെ വീട്ടുകാർ സമ്മതിച്ചോ വിവാഹം? വീട്ടുകാരെന്ന് വെച്ചാൽ ചേട്ടൻ പിന്നെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ മാന്യമായിരുന്നു. ഞങ്ങളെ ഡാൻസ് പഠിപ്പിച്ചിരുന്നത് തൃശ്ശൂർ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാഷാണ്. അപ്പം ചേട്ടൻ മാഷാണിങ്ങനെ വരുന്നതെന്ന് ചേട്ടൻ പറയും. മാഷിൻ്റെ അടുക്കെ ചെന്ന് മാന്യമായി പ്രപ്പോസൽ വന്നു. ചേട്ടൻ്റെ വീട്ടിൽ പക്ഷേ എതിർപ്പായിരുന്നു. എന്തിനാ? ഈ പറഞ്ഞ കരൂര് പാലം ഇങ്ങോട്ട് ഇവര് തൃശ്ശൂർക്കാർ കടക്കില്ലല്ലോ. വടക്കോട്ടുള്ളവര് തെക്കുന്ന് കല്യാണം കഴിക്കില്ല. അപ്പൊ ഇത് എന്തായിരുന്നു? അതെന്തായിരുന്നു അതിന്റെ കാരണം? മനസ്സിലായി.
കുറച്ച് അന്ന് താമസിച്ചു പോയി അല്ലേ? എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ഇതാണ് ദിവസം എപ്പോഴും പറയണത്, പ്രായമായവര് പറയണത്. അനുഭവം ഓരോ ദിവസം കഴിയുന്നതോടും അത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ ചേട്ടൻ കല്യാണം വെച്ച് ചേർത്തല, അവര് ചേർത്തല വരെ വന്നു. പക്ഷെ ചേർത്തലയും കണ്ട് നിങ്ങൾ കൊല്ലം വരെ എത്തി അനിയൻ എന്നുള്ളതിൽ ഇത്ര കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ഡെവലപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പിന്നെ ചേട്ടൻ എന്നൊരു സ്റ്റേണായിട്ട് വീട്ടിൽ പറഞ്ഞു എന്നാ പറയുന്നത്. സദ്യയില്ലാതെ വേറെ ആരും കല്യാണം കഴിക്കില്ല എന്ന് ചേട്ടൻ സ്റ്റേണായിട്ട് പറഞ്ഞപ്പോൾ പിന്നെ അമ്മയുടെ വളരെ പെറ്റായിരുന്നു ഇയാള്. അപ്പോൾ പിന്നെ അമ്മ മകൻ്റെ ഇഷ്ടമുള്ളതൊന്നും അമ്മ എതിര് പറയില്ല. അപ്പം അമ്മയുടെ വാക്കിൽ എല്ലാവരും അവിടെ മതിക്കുകയും. പിന്നെ എൻ്റെ അമ്മാവമ്മ എന്ന് പറയുന്നത് വളരെ പുരോഗമന ചിന്താഗതിയുള്ള ആളുകളാണ്. കാരണം ഇപ്പോൾ നമ്മുടെ പഴയ കാലത്ത് AKG EMS അവരൊക്കെ അവിടെ വീട്ടിൽ വന്ന് സ്ഥിരം അങ്ങനെ വന്ന് പോകുന്ന ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഇളയ മാമൻ, പിന്നെ അതുമാതിരിയുള്ള നമ്മുടെ മാമന്മാരൊക്കെ പക്ഷെ എൻ്റെ വീട്ടിൽ അറിയേയില്ലായിരുന്നു. കാരണം മാന്യമായി പ്രൊപ്പോസൽ വന്നു. അപ്പം ഇല്ല മറ്റേ ഇതും കൂടെ വെച്ചിട്ടാണ് നിർത്തില്ല. മറ്റേത് ഏതാണ്ട് ഓക്കെ ഇരിക്കുന്നൊരു കേസുണ്ട്. അപ്പം മുകേഷ് ഏട്ടൻ മറ്റേ ക്യാമറമാൻ, ഇത് പ്രൊഡ്യൂസർ. പിന്നെ അതുപോലെ എൻ്റെ വേറെ മാമനുടെ ജയദേവൻ എന്ന് പറയുന്നൊരു മാമൻ, അദ്ദേഹം സന്ധ്യയുടെ അച്ഛൻ്റെ വളരെ ആരാധകനും ഒക്കെ പുള്ളിക്കാരനും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അപ്പൊ വീട്ടില് അപ്പൊ അമ്മ പറഞ്ഞു, അമ്മ പെണ്ണ് കാണാൻ ഇവര് വന്നു. പെണ്ണ് കാണാൻ വന്നപ്പോ അമ്മയ്ക്ക് ഇദ്ദേഹത്തിനെ കണ്ട ഭയങ്കര ഇഷ്ടമായി. അമ്മ പറഞ്ഞു, രാജകുമാരനെ പോലെ എൻ്റെ മോളുടെ പയ്യൻ. അപ്പം എല്ലാവരും ഇരിക്കും. അപ്പം ഇവരെ മാമന്മാര് പറഞ്ഞു, അപ്പം നമുക്കിതൊക്കെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാം. ഫസ്റ്റ് ഡേ അവര് ആദ്യം വന്നതേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, അതെങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്? എൻ്റെ ആൾക്കാർക്ക് അങ്ങോട്ട് വന്ന് കാണണ്ടേ, എന്നിട്ടല്ലേ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റൂ. അവർക്കും കൂടെ സമ്മതമാകണ്ടേന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ്റെ ഒരു മാമൻ പറഞ്ഞു, നമ്മുടെ സമ്മതമല്ല, അവർ രണ്ടുപേരും സമ്മതമാണ്. അപ്പം അച്ഛനത് ഷോക്കായിരുന്നു. അതിനു മുമ്പൊക്കെ എല്ലാവരും എൻ്റെ കസിൻസൊക്കെ പറയും, അവൾ എന്തായാലും തൃശ്ശൂരൊക്കെ പഠിച്ചിട്ട് അവൾ മാന്യമായിട്ട് തിരിച്ചു വന്നു, അവൾ ഒരു ഇതിലും വീണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും, അത് ഒന്നിലും വീണില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ചേട്ടൻ്റെ ആ മാമൻ അതങ്ങോട്ട് പൊട്ടിച്ച്. അപ്പോൾ ഉടനെ അകത്ത് എൻ്റെ ഒരു മാമ കൂട്ടി വന്നിട്ട് പറഞ്ഞു, എടി നീ തൃശ്ശൂർ പോയിട്ട് പ്രേമിച്ചു കൊണ്ടുവന്ന ആളായി. ഞാൻ അങ്ങനൊന്നുമില്ല, ചെറിയ തരത്തിലൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ നോക്കുന്നേ കഥ പറയുമ്പോ എന്താണ് കാര്യം? എന്താ ഇങ്ങനെ ഒരു വല്ലാത്ത നോട്ടം? പിന്നെ എല്ലാവർക്കും ചേട്ടനെ കണ്ടപ്പോൾ എല്ലാവർക്കും ചേട്ടൻ്റെ വീട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടം. ചേട്ടൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. സന്ധ്യ പറഞ്ഞു, സന്ധ്യക്ക് ഇഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങളൊക്കെ എന്തൊക്കെയാന്ന് ഇങ്ങനെ കുറെ നിരത്തി. അത്രയ്ക്ക് ഇഷ്ടം തോന്നാനുള്ള ഒരു പ്ലസ് പോയിന്റ്സ് എന്തായിരുന്നു? കാര്യങ്ങൾ ഇതിലുണ്ട്. കണ്ടോ, ആണുങ്ങളുടെ ഒരു സ്വഭാവമാണ് അതങ്ങോട്ട് പറഞ്ഞ. ഇനി ഇത് ജീവിതത്തിൽ കാരണം ഒന്ന് എന്ന് പറയുന്നത് ഇപ്പൊ അന്നത്തെ കാലത്ത് എൻ്റെ പോലെ ഞാൻ തുറന്നു പറയുന്നുണ്ട്, എനിക്കിങ്ങനെ വളരെ ഈ പ്ലെയിൻ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇപ്പം കുട്ടികളെ ഇഷ്ടമല്ല. കാരണം പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ ക്ലീഷ ടൈപ്പ് പെണ്ണുങ്ങളുണ്ടല്ലോ, ഇങ്ങനെ അധികാലത്ത് വന്നു കഴിഞ്ഞാൽ കാല് തൊട്ട് കയറി കഴിക്കുക. പിന്നെ മറ്റേ മുടിയിൽ മറ്റേ എന്താണ് മറ്റേ തുളസിക്കതിരല്ല, ആ തുണി ചുറ്റിയിട്ട് ഇങ്ങനെ വരും കുളിച്ചിട്ട്. എന്ത് ഇപ്പൊ സിനിമയിലും സീരിയലിലും മാത്രമല്ലോ അങ്ങനെ ആ ഒരു ഞാൻ വളരെ ഇൻഫോർമൽ ആയൊരു മനുഷ്യനാണ് ഞാൻ. പിന്നെ വളരെയധികം കാര്യങ്ങൾക്ക് സീരിയസ്നെസ് അത്ര കൊടുക്കാത്ത, ചെറിയ കാര്യങ്ങൾക്ക് കൊടുക്കാത്ത ഒരാളാണ് ഞാൻ. നേരെ വെച്ച് വലിയൊരു കാര്യം എനിക്ക് നേടണം, അത് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് എന്ത് റിസ്ക് എടുത്തും അത് ഐ വിൽ ഡു ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പല മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു മേഖലയിലും പരിപൂർണമായിട്ട് എനിക്കത് ഇത് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പം എൻ്റെ പോലെ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരാൾ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട്, സീരിയലിൽ പ്രവർത്തിക്കുന്നുണ്ട്, നാടകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു പരിധിവരെ രാഷ്ട്രീയത്തിലുണ്ട്, പിന്നെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പ്രവർത്തിക്കുന്ന ഒരാൾ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെയുള്ള ഈ വട്ടുകൾക്കും ഇതിനൊക്കെ കൂടെ നിൽക്കാവുന്ന ചെറിയൊരു വട്ടുള്ള ഒരാൾ തന്നെ വേണം എന്നുള്ള വളരെ ഇതാണ്. അതിനെ യോജിക്കുന്ന ഒരാൾക്കും ഒരു ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. റൊമാൻറ്റിക് ആണോ ചേട്ടൻ? ഇപ്പൊന്നും ഇല്ല അങ്ങനെ റൊമാൻറ്റിക്. പണ്ട് റൊമാൻറ്റിക്. ആ സമയത്ത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തില്
ചേട്ടൻ സ്നേഹമായിട്ടൊക്കെ സംസാരിക്കും, ആരും ഇല്ലെങ്കിലൊക്കെ. പക്ഷെ ഞാൻ ആരെയും മുന്നിൽ വെച്ചങ്ങനെ ഷോ ഒന്നും കാണിക്കുന്നത് ഇഷ്ടമല്ല. ജസ്റ്റ് ഇങ്ങനെ കൈ തൊടാൻ പോലും അതുപോലെ ചേട്ടൻ ഇഷ്ടമല്ലായിരുന്നു. അല്ല, ഈ റൊമാൻറ്റിക് എന്ന് പറയുന്നത് അതൊരു ബാഹ്യമായ ഒരു ഇത് മാത്രമാണ് റൊമാൻറ്റിക് എന്ന് പറയുന്നതിൽ യാതൊരു പിന്നെ കാലങ്ങളൊക്കെ ഒത്തിരി 25 വർഷമായിട്ട് ഇനിയിപ്പോ റൊമാൻറ്റിക് എന്താ റൊമാൻറ്റിക്, പക്ഷെ സ്നേഹം ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മള് ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഡെയിലി റൂട്ടീൻ ആ ലൈഫ് അങ്ങനെ പോവില്ല. അപ്പൊ നമുക്ക് എത്രമാത്രം സ്നേഹം അന്യോന്യം ഉണ്ടെന്നോ ഒന്നും നമുക്ക് അളക്കാനൊന്നും പറ്റില്ല. അതെന്തെങ്കിലും ഒരു സംഭവം വരണം. ഇടയ്ക്ക് വെച്ച് 1 വർഷം മുന്നേ ചേട്ടന് ചെറുതായിട്ടൊരു അസുഖം വന്ന് ചേട്ടൻ ഹോസ്പിറ്റലിലായപ്പോഴാണ് ഈ ആള് എത്രമാത്രം വിലപ്പെട്ടതാണ് ഞങ്ങൾക്കെന്നുള്ളത്, എനിക്ക് എൻ്റെ മകന് എത്രമാത്രം വിലപ്പെട്ടാണ് ഈ വ്യക്തി എന്നുള്ള അതെനിക്കൊരു തിരിച്ചറിവായിരുന്നു. മറ്റേത് നമ്മൾ ഇപ്പം ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് ഇന്നവരങ്ങനെ മാറി സഞ്ചരിച്ചിട്ടൊന്നുമില്ല, മാറി നിന്നിട്ടില്ല. എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ്. ചേട്ടൻ പറയും അന്ന് കണ്ടപ്പോൾ ഇവിടെ കൂടെ പിടിച്ച എന്നെ വിട്ടിട്ടില്ല എന്ന് പറയും. അപ്പം ചിലരൊക്കെ സീരിയൽ നമ്മൾ ഫ്രണ്ട്സാന്നേ പറയും, ചേട്ടൻ അമ്മയ്ക്ക് പറയും ചേട്ടൻ്റെ വൈഫിൻ്റെ വേഷമുണ്ട്, ചേച്ചി വിളിക്കട്ടെ എന്ന് ചോദിക്കും. ചേട്ടൻ പറയും ജീവിതത്തിലെ അവളെൻ്റെ വീട്ടിൽ വിടുന്നത്, നിങ്ങൾ എനിക്ക് ഒരു റിലാക്സിന് വേറൊരു പെണ്ണിനെ വെക്കണമെങ്കിലും അങ്ങനെയൊക്കെ തമാശ പറയും. പക്ഷെ എന്തോ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ചേട്ടൻ എവിടെ പോയാലും ചേട്ടൻ്റെ ഒപ്പം ഞാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മാറിയും തിരിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തിരിച്ചറിയുന്നത് അങ്ങനെയുള്ള ആ നിമിഷങ്ങളിലായിരിക്കും. സമയത്ത് ഞാൻ പോയ വ്യക്തിയും ആ വ്യക്തിയെ നോക്കുന്നവരും പരസ്പരം തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ആ ഒരു സമയത്ത് എനിക്ക് അതിനു മുമ്പ് ഞാൻ ചേട്ടൻ്റെ പല സ്വഭാവങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുമിച്ച് ജീവിക്കുമ്പോഴാണല്ലോ അതിലൊക്കെ എനിക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമം. ഞാൻ ചോദിക്കും എത്ര ലോകത്ത് എത്ര ആണുങ്ങളുണ്ടായിരുന്നു, എനിക്ക് ഈ ഒരാളെ അല്ലേ എനിക്ക് നോക്കാനും കെട്ടാനും പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ വഴക്കിടുമ്പോൾ ഞാൻ പറയും പക്ഷേ എത്ര പേരുണ്ടായിരുന്നു, എനിക്ക് ഈ ചേട്ടനെല്ലാം നോക്കാനും എൻ്റെ തലവിധി തന്നെ എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനൊന്ന് കിടക്കുമ്പോൾ എനിക്ക് എത്രമാത്രം ഈ ആൾ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണെന്ന്, ഞാൻ എത്രമാത്രം ഇദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്, ഇദ്ദേഹം ഇല്ലെങ്കിൽ ആ ഗ്യാപ്പ് എത്ര വലുതാണെന്നും ഒക്കെ ഉള്ളൊരു ആ ഒരു സമയം. അപ്പം ഞാൻ മോൻ്റെ ഒക്കെ പറഞ്ഞ് ചിങ്കു ഇങ്ങനെ അച്ഛനില്ലാതെ ഒന്നും അമ്മയ്ക്കൊന്നും പറ്റില്ല. അപ്പം ആ ചിങ്കും അവനും സെയിം ഫീലിംഗ്. അവൻ പറയുന്നത് അച്ഛൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ള അച്ഛൻ എന്തെങ്കിലും ഇപ്പോഴും പറയും, ആരോഗ്യ ശ്രദ്ധയിൽ പറയും അച്ഛൻ ഐസുവിൻ്റെ മുമ്പിലിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അച്ഛൻ കെയർ ആവണം, അച്ഛനകത്ത് അങ്ങനെ കിടക്കുന്നത് എനിക്ക് വിഷമം, അതുകൊണ്ട് നല്ലപോലെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകുന്നു, പിന്നെ അഭിനയിക്കുന്നുണ്ട്, കുടുംബം, ഇതൊക്കെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ടെന്ന് വെച്ചാൽ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ചേട്ടൻ ബിസിനസ് കാര്യങ്ങൾ സാധാരണ സ്ത്രീകൾക്ക് എപ്പോഴും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണെങ്കിൽ ഫാമിലി ശരിക്കും കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫാമിലി മാത്രം നോക്കുന്ന ഒരു വ്യക്തിയോട് ഒരു ജോലിക്ക് പോയിക്കൂടെന്ന് വെച്ചാൽ എനിക്ക് ഇതും അതും കൂടെ പറ്റില്ല എന്ന് പറയും. ഇതെല്ലാം കൂടെ അങ്ങനെ ഒരു വ്യക്തിക്ക് പരമാവധി എൻ്റെ ഫാമിലി മെമ്പേഴ്സ് സഹകരിക്കുന്നുണ്ട്. ബിസിനസ് കാര്യമൊന്നും ചേട്ടൻ നോക്കാറില്ല, അതൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. പ്രൊഡക്ഷനുണ്ട്, പ്രൊഡക്ഷൻ്റെ ചേട്ടൻ പറയും അവള് 5 രൂപയ്ക്ക് വരെ പിശുക്ക് പിടിച്ച അച്ഛൻ്റെ സ്വഭാവമാണ് അതുവരെ. ഞാൻ പറയാം ആ പിശുക്ക് സാമ്പത്തിക ചേട്ടൻ അതൊന്നും ഇടപെട്ടാൽ ഭയങ്കര കുളമാവും. കണക്കിൽ ഞാൻ വളരെ എപ്പോഴും 35 മാർക്ക്, അതിനും കുറവിൽ ജയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് 35 മാർക്കാണ് എനിക്ക് എന്നും കണക്കിൽ കിട്ടുന്നത്. 35 അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ മാതിരി ഞാനും ഡോക്ടറായ കൊണ്ടാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, പക്ഷെ അത് മുൻകോപി സന്ധ്യയാണ്. മുൻകോപി എന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വന്ന പെട്ടെന്ന് നല്ല ക്ഷമയുണ്ട്. ചേട്ടാ നമ്മൾ പറഞ്ഞ ശ്രദ്ധിച്ചിട്ട് വേണ്ട നല്ല മുൻകോപിയാണ്. നല്ല മുൻകോപിയാണ്. എനിക്കറിഞ്ഞൂടെ അങ്ങനെ മുൻകോപം. സ്വതവേ എൻ്റെ സ്വഭാവം പെട്ടെന്ന് അത് വളരെ ക്ലോസ് ആയിട്ടുള്ളവരോടെ ഉള്ളു, അല്ലാതെ ഉള്ളവരോട് വേറെ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ ഇവരെ വീട്ടിലിപ്പോ 4 കലാകാരന്മാരാണ്. നമ്മുടെ അച്ഛൻ, ചേട്ടൻ, അമ്മ, പിന്നെ സന്ധ്യ ഒരു അനിയത്തിയുണ്ട്. ഇവരിൽ ഏറ്റവും നല്ല 2 കലാകാരന്മാർ ആരാണെന്ന് ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയാ വിജയകുമാരി. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല അഭിനേത്രികളിൽ ഒരാളാണ് വിജയകുമാരി. കാരണം അവർക്ക് വെച്ചാല്
അവർ ഇത്ര വലിയൊരു നടിയാണെന്നുള്ളതൊന്നും ഇവർക്ക് അറിയില്ല. കാരണം അവർക്ക് വേറെ ഒന്നും അറിയില്ല ജീവിതത്തിന്റെ പറ്റി. കൊച്ചുകുട്ടിയെ ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് എത്ര ബുദ്ധിയുണ്ടോ അത്രേ. കാരണം അവര് ബുദ്ധി കുറയ്ക്കുന്ന വലിയ കലാകാരന്മാർക്ക് ഒന്നും അറിയില്ല അവരുടെ അതാണ് അവരുടെ അങ്ങനെ പലർക്കും ഉണ്ട്. അങ്ങനെ അവരെന്താണ് അവര് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ പോലും അവരത് ഒരു ഗൗരവമില്ലാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ മഹത്വം. എന്നെ തന്നെ കല്യാണം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞിട്ട് എന്നെ തന്നെ മനസ്സിലായി തുടങ്ങി. പുറത്ത് വെച്ച് അങ്ങനെയല്ല. ഒരിക്കൽ അമ്മ ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോഴേ അനിയത്തി ജയശ്രീയുടെ ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നത്, ജംഗ്ഷനിൽ നിൽക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു നല്ല പരിചയം. അമ്മ കുടുംബന ഷിബു അതെന്ന് അമ്മ അത്ര ഇന്നസെന്റ് അമ്മ. യോമാധവൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇത്രമാത്രം കോമഡി സെൻസ് ഉള്ളൊരു മനുഷ്യൻ. നമ്മൾ യോമാധവൻ എന്ന് പറയുന്നത് വളരെ നേതാവായിട്ടും വലിയൊരു രാഷ്ട്രീയ നേതാവായിട്ടും ഇതല്ല. അദ്ദേഹത്തിനോടൊപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേരെ ഇവരെയൊക്കെ കൂടുതൽ 25 വർഷം ഞാനാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം ഇവർക്ക് എന്ന് പറഞ്ഞാൽ അച്ഛൻ മകൾ അല്ലെങ്കിൽ മകൻ എന്നുള്ള ചെറിയൊരു ഇതുള്ളത്. ഞാൻ ഈ 25 വർഷം എൻ്റെ ഞാനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം നാടകം ഡയറക്റ്റ് ചെയ്യാൻ മറ്റേത് ചെയ്യുമ്പോഴും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ഓരോ പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എനിക്ക് ട്രെയിൻ ചെയ്തിട്ടുള്ളതല്ല, അദ്ദേഹത്തിന് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തിരുന്നത്. അച്ഛൻ അതിടക്ക് മറ്റേ ഇതില്ലേ ആ പുതിയ നാടകം വായിച്ചപ്പം കത്തി വെച്ച് കുത്തിക്കൊല്ലുന്ന അച്ഛൻ പറഞ്ഞ അത് വേണ്ട തോക്ക് മതിയെന്ന്. അപ്പം നാടകത്ത് പറഞ്ഞ അല്ല മഞ്ചേട്ടാ അത് കത്തി വെച്ച പിന്നെ തോക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, തോക്ക് ഉണ്ടാക്കി തോക്ക് വെച്ച് ഓടി വെച്ചാൽ മതി. അങ്ങനെ അച്ഛനെ പറ്റി ഒരുപാട് തമാശകളുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും അദ്ദേഹമൊക്കെ അവസാനിച്ചതോടുകൂടി ആ ഒരു ധീരമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കാലഘട്ടം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തലമുറ ഇപ്പം സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവരുടെയൊക്കെ അത് സംഭാവനകളും അതൊക്കെ കാണാമായിരുന്നു. ഇപ്പം അതെല്ലാം പ്രിസർവ്. ഇപ്പം അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ചൊരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയ കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലി വരുന്ന തലമുറയ്ക്ക് കാണാം. ഈ നാടകത്തിനും മറ്റ് പെർഫോമിങ് ഇവർക്കൊക്കെയുള്ള കുഴപ്പമാണ്. അപ്പോൾ സന്തോഷം, കുറേ സംസാരിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട്. അതെ, കുറേ എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ ഇൻഫർമേഷൻസ് കിട്ടി. ഞാൻ ഇതുവരെ കണ്ടിരുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത്. സന്ധ്യനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഇങ്ങനെ ഇതുപോലുള്ള ഇപ്പോഴാ മനസ്സിലായത് പുതിയ അറിവുകൾ. 19 വർഷം ജീവിക്കട്ടെ, മുഴുവൻ വിട്ടുകൊടുത്തിട്ടില്ല. ഇവിടെ വന്നിരിക്കുമ്പോഴാണ് പല ഭാര്യ ഭർത്താക്കന്മാരും സ്വയം തിരിച്ചറിയുന്നത്.